ഹായ്, ഇന്ന് ഒരു 10,000 രൂപയുടെ ഷോപ്പിംഗ് കണ്ടാലോ? UK-ലെ ഒരു ശരാശരി മനുഷ്യൻ എന്തെങ്കിലും സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ പോയുള്ള അവസ്ഥയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇത് 10 കിലോൻ്റെ ബസുമതി റൈസാണ്. ഏത് ഓയിൽ യൂസ് ചെയ്താലും എനിക്ക് പിമ്പിൾസ് വരും. അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ് ഈ ഒലീവ് ഓയിൽ, അതും എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ. ഇത് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അടുത്ത ചാക്ക അങ്ങോട്ട് നീക്കി. ഒന്നും നോക്കിയില്ല, ഒരു 4 കത്തി അങ്ങോട്ട് വാങ്ങി. കയ്യിലുള്ള കത്തിയുടെ ഷാർപ്നെസ് ഒക്കെ പോയപ്പോൾ വേറൊരു കത്തി വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ അടുത്തെടുക്കുകയാണ്. ഇതാണ് മഷ്റൂം. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മഷ്റൂം ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തത് ടൊമാറ്റോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതുപോലെ ബോക്സ് പോലെ ആയിരിക്കും കിട്ടുക. ഇതാണ് ക്യൂക്കമ്പർ, നമ്മുടെ കുക്കുംബർ. ഇത് സ്പിനച്ച്, നമ്മുടെ ചീര. അതിനെയാണ് എന്തെങ്കിലും ഇലക്കറികൾ കയറിക്കോട്ടെ കരുതിയിട്ടാണോ ഈ ഇലകളൊക്കെ വാങ്ങിക്കൂട്ടിയത്. ഇതാണ് ലെറ്റസ്. സാധാരണ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് ഈ ഇലകളൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മളൊരു സാലഡ് ഉണ്ടാക്കും. യോഗട്ടൊക്കെ യൂസ് ചെയ്തിട്ടൊരു സാലഡ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആവാമെന്ന് കരുതി. ഇത് ഓറഞ്ചാണ്. 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഓറഞ്ച്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, വിഷമൊന്നും അടിക്കാത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇവിടെയുള്ള എല്ലാ ഫ്രൂട്ട്സും. ഇതൊന്ന് ഗ്രേപ്സ്. വീണ്ടും മഷ്റൂം കുറച്ചധികം വാങ്ങി, അതായത് 2 പാക്കറ്റ്. ഗാർലിക്, ഒരു വെളുത്തുള്ളിയും കൂടി ഉണ്ടായിരിക്കും അവിടെ എവിടെയെങ്കിലും. അത് മാഗി ക്യൂബ്സ് ആണ്. ഇത് പേസ്റ്റ്. നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ സ്പ്രേ ആണത്, അതായത് ക്ലോത്തിലടിക്കാൻ പറ്റുന്ന സ്പ്രേ ആണത്. ഇതൊരു ബോഡി മിസ്റ്റാണ്. 2 ഉണ്ടാവും, എനിക്കും എൻ്റെ ചേച്ചിക്കും. കടയിൽ പോയി കഴിഞ്ഞാൽ ചേച്ചിക്ക് ഭ്രാന്ത. കണ്ണി കണ്ടതൊക്കെ വാങ്ങണം. അങ്ങനെ വാങ്ങിയതാണിത് ഹാൻഡ് ക്രീം. എന്തിനാണോ എന്തോ ഒരു ഐഡിയ ഇല്ല. ഇവിടെ സൺസ്ക്രീൻ തയ്ക്കാൻ തന്നെ സമയമില്ല, അപ്പോഴാണ് ഹാൻഡ് ക്രീം. വീണ്ടും ഒരു ബോഡി മിസ്റ്റ്, ഒരു ബേബി ഓയിൽ, ഒരു സാനിറ്റൈസർ. ചില സാധനങ്ങളൊക്കെ ഒന്നുകൂടിയും കാണാം, അതായത് ഈ ഗാർലിക്. ഇടയ്ക്ക് സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡാണിത്. ഇവിടെ എല്ലാം ബ്രെഡ് എന്നാണ് പറയുക. നമ്മളെ നാട്ടിലത്തെ പോലെ ബണ്ണെന്നൊന്നും ഇവിടെ പറയില്ല. സെയിൻറ്റ് പിയർ ഈ ബ്രാൻഡിൻ്റെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പിന്നെ സാലഡ് ഉണ്ടാകാൻ പറ്റിയ ചെറിയ ചെറിയ തക്കാളികൾ ഉണ്ടാവില്ലേ, അതാണ് സ്മോൾ ടൊമാറ്റോസ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സാനിറ്റൈസർ പോയിപ്പോൾ. പിന്നെ വേറൊരു സാധനം ഇപ്പോൾ വരും, അതാണ് പ്ലം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പ്ലം. അപ്പോൾ ഭയങ്കര സ്വീറ്റാണ് ഇവിടുത്തെ ഫ്രൂട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 2 വാങ്ങി. പിന്നെ ഷുഗർ ഡയറ്റ് ആയതുകൊണ്ട് ഞാനൊരു ഐസ്ക്രീം അങ്ങോട്ട് വാങ്ങി, മാഗ്നം, നമ്മുടെ നാട്ടിലെ ചോക്കോബാർ. എൻ്റെ ഭയത്തിന് എല്ലാ പാക്കും ഞാൻ തലതിരിച്ചിട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ അടുത്ത ബാഗ് എടുക്കുകയാണ്. ഇവിടെ എല്ലാവരും ഈ സംഭവത്തിന് കവർ എന്ന് പറയില്ല, എല്ലാവരും ബാഗ് എന്നാണ് പറയുക. അതുകൊണ്ട് അങ്ങനെ യൂസ്ഡ് ആയി. ഇതാണ് യോഗട്ട്, ഗ്രീക്ക് സ്റ്റൈൽ യോഗട്ട്. ഭയങ്കര ക്രീമി ആയിട്ടുള്ള യോഗട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുപ്പിയുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അത് വേണം. ഞാനാണ് കാണിച്ചു കൊടുത്തത്, എൻ്റെ മിസ്റ്റേക്കാണ്. അങ്ങനെ ആ കുപ്പി വാങ്ങി. പിന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള വേറെ സാധനം ഇഞ്ചിയാണ്. അതൊരു പാക്ക് അങ്ങോട്ട് എടുത്തു, ഒന്നും നോക്കിയില്ല. മയണൈസ് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് വേറൊരു സോസ് കണ്ടുപിടിച്ചാണ് സസിക്കി സോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ആ ഒരു ഇല, അതാണ് ദിൽ. അങ്ങനെ അതും വാങ്ങി. അധികം ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ലെറ്റസ് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ കറിയിലും തക്കാളി ഇടണമുണ്ട്. തക്കാളിക്ക് ഇവിടെ ഭയങ്കര ചിലവാണ്. അപ്പോൾ വീണ്ടും തക്കാളി 2 പാക്കറ്റ് വാങ്ങി. അതാണ് ഈ പൊട്ടിക്കിടക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി വാങ്ങി. പച്ചമുളക്, നമ്മുടെ സാദാ പച്ചമുളക്. പിന്നെ സമ്മറിൽ മാത്രമാണ് ഈ സാധനം നമുക്കിവിടെ കിട്ടുള്ളൂ, അതാണ് വാട്ടർമെലൺ. അപ്പോൾ ഒന്നും നോക്കിയില്ല, വാങ്ങി. തണ്ണിമത്തൻ. ഏത് കറിക്കും ഉള്ളി വേണ്ടതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഉള്ളി എപ്പോഴും ബൾക്കായിട്ടാണ് വാങ്ങുക. 5 കിലോ അല്ലെങ്കിൽ 8 കിലോ. അപ്പോൾ ആ പോയത് ഒരു 5 കിലോൻ്റെ ഉള്ളിയാണ്. എന്ന് പറഞ്ഞാൽ അതേപോലെ കിട്ടുന്ന ഒരു സാധനമാണ് ചിക്കൻ ലെഗ് പീസ്. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, ലെഗ് പീസ് ആയതുകൊണ്ട് ഞാനതെടുത്തു. നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ആ 10,000 രൂപയുടെ പർച്ചേസ്. താങ്ക് യു. കഴിഞ്ഞിട്ടില്ല. ഈ ക്ഷീണം മാറ്റാൻ നമ്മുടെ സ്വന്തം KSFന്ന് ഒരു ബർഗർ അങ്ങോട്ട് വാങ്ങി, KFC. അങ്ങനെ ആ ബർഗറും കൂടി കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. സോ ബൈ.